പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മസഖി ആകാശവാണിയിൽ നമ്മുടെ അതിഥി കവി ഗണേഷ് പുത്തൂരാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ജൂനിയർ ഫെലോഷിപ്പ് എന്നീ ബഹുമതികളുള്ള ഗണേഷ് പുത്തൂരിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഗണേഷിനും സ്വാഗതം, നമസ്കാരം. ഒരുപാട് സന്തോഷം. വീണ്ടും ആകാശവാണിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കവിതയിലൂടെയാണ് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറിയത്. അപ്പോൾ കവിതയിലൂടെ തന്നെയായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്കുള്ള കാൽവയ്പും. ആക്ച്വലി ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് ഈ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കുറിപ്പുകളാണ്. പണ്ടേ സ്പോർട്സ് മാഗസീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകാതിരുന്ന് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും വെച്ചൊക്കെ അതിൽ ഈ കുറിപ്പുകൾ എഴുതുമായിരുന്നു, ഫുട്ബോളിനെ പറ്റിയും ക്രിക്കറ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ അതിനുശേഷമാണ് കവിതയിലേക്ക് വന്നത്. 7ാം ക്ലാസ്സിൽ വെച്ച് ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്തു ബാലപംക്തിയിൽ. പിന്നെ എഴുത തുടർന്നു. ഇപ്പോൾ 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ്. ഈ സ്പോർട്സിന്റെ ഒരു എഴുത്തും പിന്നെ കവിതയും, ഇത് രണ്ടും തമ്മിൽ നല്ല അന്തരമുണ്ട്. ആ കവിതയിലേക്ക് എങ്ങനെയാണ് വന്നത്, അതേക്കുറിച്ചൊന്ന് പറയാമോ, ആ ഒരു യാത്ര? എൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ ഒരുപാട് മാഗസീൻസ് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലെ എല്ലാ ടൈപ്പ് മാഗസീൻസും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട മാസികകളുണ്ട്, സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട മാസിക, സ്പോർട്സ് മാഗസീൻസ്, ചിൽഡ്രൻസ് മാഗസീൻ അച്ഛൻ ഇപ്പോഴും വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ പലതിനോട് എനിക്ക് പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സ്പോർട്സിൽ തുടങ്ങിയെങ്കിലും പിന്നീട് ഈ സാഹിത്യ മാസികകളൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ സാഹിത്യത്തിലേക്ക്, പുസ്തകങ്ങളും ഒരുപാടുണ്ട് വീട്ടിൽ, അപ്പോൾ അങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് വന്നത്. വായനയാണ് തുടക്കം മുതൽ വായനയായിരുന്നു. അപ്പോൾ ഈ ഉളവയ്പ എന്ന ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ ആ ഗ്രാമം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എഴുത്തിലും? നമ്മളുടെ ഒരു പരിണാമം, ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മളൊരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇതിലും എന്ത് പങ്കാണ് വഹിച്ചിരിക്കുന്നത്? വലിയൊരു പങ്ക് ഉളവയ്പ എന്ന ഗ്രാമത്തിനുണ്ട്. കാരണം അത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. പൊതുവെ എഴുത്തുകാരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, അവരുടെ ഗ്രാമം അവരുടെ എഴുത്തിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് പാടശേഖരങ്ങളുണ്ട്. പിന്നെ വീടിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് തന്നെ ഒരു കായലുണ്ട്, കൈതപ്പുഴ കായൽ, അവിടെ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഞങ്ങളുടെ തൊട്ടടുത്താണ് കാക്കത്തുരുത്ത്. നാഷണൽ ജോഗ്രഫി മാഗസീനിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് അതിനെ അവർ കാണിച്ചിരുന്നു, കാക്കത്തുരുത്തിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമം എന്ന രീതിയിൽ വളരെ സൗന്ദര്യമുള്ളൊരു ഗ്രാമമാണ്. പിന്നെ അവിടുത്തെ ക്ഷേത്രങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് ഞാൻ വളർന്നത് തന്നെ. അപ്പോൾ ഗ്രാമം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം ഈ 2 ഭാഷകളിലും സജീവമാണല്ലോ. ഇപ്പോൾ 2 ഭാഷയിലും എഴുതുമ്പോൾ നമ്മുടേതായ ഒരു ശബ്ദം കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് അല്പം ഒരു വ്യത്യസ്തമാകണം, 2ലെയും എഴുത്ത് വ്യത്യസ്തമാകണം എന്ന് തോന്നി. തീർച്ചയായിട്ടും. ഒന്ന്, ഞാൻ കൂടുതൽ ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിൽ എഴുതണേ. ഇപ്പോൾ ഞാനൊരു കവിതാ സമാഹാരം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അത് നമുക്കൊരു വലിയൊരു ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. 2, അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അത് കൊണ്ടുപോകാനും സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതൊരു കോടിക്കണക്കിന് മനുഷ്യർ ലോകം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണല്ലോ ഇത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ കവിതകൾ കൂടുതൽ പ്രിഫർ ചെയ്യുക മലയാളത്തിലാണ്. കാരണം കവിത എന്ന് പറയുന്നത്, എൻ്റെ കവിത എൻ്റെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ മാതൃഭാഷയിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കവിതകൾ കൂടുതൽ മലയാളത്തിലും, ബാക്കി സാഹിത്യം, ഇപ്പോൾ ലിറ്റററി സ്റ്റഡീസ് ആണെങ്കിലും ഇന്റർനാഷണൽ റിലേഷൻസോ പൊളിറ്റിക്സോ അതിനെ പറ്റിയുള്ള ലേഖനങ്ങളാണെങ്കിലും ഞാൻ ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. ശരി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പാട്ട് കേട്ടിട്ട് വരാം. ഏത് പാട്ടാണ് ആദ്യത്തെ പാട്ടായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ഒരേ കടലിലെ യമുന വെറുതെ എന്ന ഒരു പാട്ട്. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവീസ് ആണ് ഒരേ കടൽ. അത് ബേസിക്കലി ഒരു ആർട്ട് ഫിലിമാണ്. അത് ശ്രീ മമ്മൂട്ടിയാണ് അതിൻ്റെ മെയിൻ റോൾ, മീര ജാസ്മിൻ നരേൻ. അതിൻ്റെ റീസൺ, അത് ശ്യാം പ്രസാദ് ഡയറക്റ്റ് ചെയ്തതാണ്. സുനിൽ ഗംഗോപാധ്യായ എന്ന ഉള്ളൊരു ബംഗാളി റൈറ്ററിൻ്റെ ദീപ്തിമയി എന്ന് പറഞ്ഞ നോവലിലെ എൻ്റെ മലയാളം ഫോമാണ് ഈ മൂവി. സുനിൽ ഗംഗോപാധ്യായ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ഈ സിനിമയുടെ ഒരു മൂഡും കുറെ കൂടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്നവർ. കാരണം ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ ഒരു ഇക്കോണമിസ്റ്റ് ആണ്. അയാൾ ഈ ലോകത്തെ കാണുന്നത് എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്. പ്രത്യേകിച്ച് ഇതിന് വേറെ റീസൺ, ഞാൻ സാഹിത്യ അക്കാദമി അവാർഡ് എനിക്ക് കിട്ടിയത് ബംഗാളിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ അവാർഡ് സ്വീകരിച്ചിട്ട് നടത്തിയ മറുപടി പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സുനിൽ ഗംഗോപാധ്യായയുടെ പേര് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഈ സുനിൽ ഗംഗോപാധ്യായക്ക് നിങ്ങൾ അറിയാനെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മലയാളിയാണ്. മലയാളം വായനക്കാർ പണ്ട് മുതലേ ബംഗാളി സാഹിത്യത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ടായിരിക്കണം ആദ്യം. ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യമുനവേ
സുന്ദരി നീയും സുന്ദര ഞാനും. അറിഞ്ഞു സിറ്റി സിൽക്സിലെ സുന്ദരി നീയും സുന്ദര ഞാനും വെഡിംഗ് കളക്ഷൻ ശ്രീ ലോഞ്ച്. നല്ല അടിപൊളി ആയല്ലേ? തീർന്നില്ല. ഫാമിലി ഷോപ്പിംഗിന് വേണ്ട ട്രെൻഡി കളക്ഷൻസുമായി ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറുകളും സിറ്റി സിൽക്സിൽ സെറ്റ് ആണെന്നേ. പിട്ടാപ്പിള്ളിയിൽ വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സ്പെഷ്യൽ ഡീൽ. LED ടിവിക്കൊപ്പം ഫ്രീ സൗണ്ട് ബാർ, AC-ക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, വാഷിംഗ് മെഷീനൊപ്പം ഫ്രീ വാക്വം ക്ലീനർ. TNC apply. സിറ്റി സിൽക്സിൽ വിപുലമായ വെഡിംഗ് കളക്ഷനോടൊപ്പം കിടിലൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളും. സിറ്റി സിൽക്സ്, പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം. വായനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വായനയുടെ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് തന്നെ പറയാം അല്ലേ. മലയാളിയാണ്, പക്ഷേ മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ അപ്പുറം ബംഗാളി നോവൽ, ഒരുപക്ഷെ ബംഗാളിയിലായിരിക്കില്ല നമ്മളത് വായിച്ചത്, എന്നാൽ പോലും ആ ഒരു എഴുത്തുകളും മറ്റു ഭാഷകളിലെ എഴുത്തുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ഇതേപോലുള്ള ഏതെങ്കിലും എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓതർ ഒ വി വിജയനാണ്. ഒ വിജയനും കവിതയിൽ പി കുഞ്ഞിരാമൻ നായരുമാണ്. ഒ വിജയൻ്റെ ഗുരുസാഗരം എന്ന ഒരു നോവലുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും പറയുക ഖസാക്കിൻ്റെ ഇതിഹാസമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഗുരുസാഗരമാണ്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രി പഠിച്ചത് ചങ്ങനാശ്ശേരി NSS കോളേജിലാണ്. ആ സമയത്ത് ഞങ്ങളുടെ കോഴ്സിൻ്റെ ഒരു പാർട്ടായിരുന്നു ഗുരുസാഗരം, മലയാളത്തിൻ്റെ. അപ്പോൾ ഈ മലയാളമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അപ്പോൾ മലയാളം ആ ബുക്ക് പഠിപ്പിച്ചത് മനോജ് കുറൂർ എന്ന് പറഞ്ഞ എൻ്റെ അധ്യാപകനാണ്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ നോവലിനെ പറ്റിയുള്ള പഠനങ്ങളും അവതരണമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നെ. അത് പ്രത്യേകിച്ച് അതൊരു ഗ്ലോബൽ പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട ഒരു നോവലാണ്. 1971 ബംഗ്ലാദേശിൻ്റെ വിമോചനം, അതൊക്കെയാണ് നോവലിൻ്റെ പ്രമേയമായിട്ട് വരണേ. പിന്നെ അത് ഈ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ഗ്രാഹ്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു നോവൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ കവിതയിൽ കുഞ്ഞിരാമൻ നായരുടെ എഴുത്തുകൾ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞു. അതൊരു പരിപൂർണനായ ഒരു കവിക്ക് മാത്രമേ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കവിതയിലാണെങ്കിലും അദ്ദേഹം ഈ പ്രകൃതിയെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അരാജക ജീവി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാം ഒന്നിനോടും അദ്ദേഹം കമ്മിറ്റഡ് ആയിരുന്നില്ല. അദ്ദേഹത്തിന് സാഹിത്യം അതിനോട് മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുള്ളായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും കൃഷ്ണസ്വരൂപം കാണുന്ന ഒരു കവിയായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഫേവറേറ്റ് എഴുത്തുകാർ. പിന്നെ എൻ്റെ കൾച്ചറൽ മിനിസ്ട്രിയിൽ എനിക്ക് കിട്ടിയ ഫെലോഷിപ്പിൻ്റെ ടോപ്പിക്കും ഈ കളിയച്ഛൻ എന്ന് പറഞ്ഞ പി കുഞ്ഞിരാമൻ നായരുടെ പുസ്തകവും ഒ വിജയൻ്റെ ഗുരുസാഗരത്തിലെയും ഗുരുസങ്കല്പങ്ങളെയാണ് ഞാൻ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. പ്രത്യേകിച്ച് 2015 ഞാൻ ഗുരുസാഗരത്തെ പറ്റി പഠിച്ചത്. ഈ 2025 എനിക്ക് ഫെലോഷിപ്പ് കിട്ടിയത്. അപ്പോൾ ഒരു 10 വർഷമായി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ആ ഫെലോഷിപ്പ് ഇത് കിട്ടി. ഈ രണ്ട് കൃതികളിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഒന്ന്, രണ്ടിലും ഗുരു എന്ന സങ്കല്പത്തെയാണ് വിശകലനം ചെയ്യുന്നത്. ഗുരുസാഗരത്തിൽ ഗുരു എന്ന് പറയുന്നത് ഒരു കുട്ടിയും ഗുരുവായിട്ട് തീർന്നുണ്ട്. നമ്മുടെ ഒരു കൺവെൻഷണൽ വിസ്ഡം വെച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് നമ്മുടെ ഗുരു. അത് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ചെറിയ കാര്യം പഠിപ്പിക്കുന്നത്, അതൊരു ചിലപ്പോൾ കുഞ്ഞായിരിക്കും, അത് ഒരു കുട്ടിയായിരിക്കും പഠിപ്പിക്കുക, അതുപോലും ഗുരുവായിട്ട് തീരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ആ നോവലിൽ കാണാം. പിന്നെ കളിയച്ഛൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ഗുരു ഒരു ശിഷ്യനെ പഠിപ്പിച്ച് വലുതാക്കുന്നു. അപ്പോൾ ശിഷ്യന് തോന്നുന്നു താൻ ഗുരുവിനേക്കാളും വളർന്നു എന്ന്. അതിനുശേഷം ആ ശിഷ്യനുണ്ടാവുന്ന തകർച്ചയുടെ കഥയാണ് കളിയച്ഛൻ. ഈ രണ്ടിലെയും ഗുരുസങ്കല്പങ്ങളുടെ ഒരു താരതമ്യം ആണ് ഞാൻ ചെയ്യുന്നത്. ആ താരതമ്യം എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ചുരുക്കി പറയാമോ? താരതമ്യമാണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എല്ലാത്തിലും ഒരു കണ്ടെത്തലുകൾ കാണുമല്ലോ. നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്, അതെന്താണ്? ഒന്ന്, ഭാരതീയമായ നമ്മുടെ ജ്ഞാനപരമ്പരകളിൽ ഗുരുസങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഉപനിഷത്ത് വേദങ്ങളോട് ചേർന്ന്, വേദങ്ങളുടെ ഫിലോസഫീസ് വളരെ കോംപ്ലക്സ് ആണ്, അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടി എല്ലാത്തിൻ്റെയും കൂടെ ഉപനിഷത്തുകൾ ഉണ്ട്. അത് ഈ കോംപ്ലക്സ് ഫിലോസഫീസ് എല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്ത് കഥാരൂപത്തിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഉപനിഷത്തുകളിൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ രാമായണം ആണെങ്കിലും മഹാഭാരതം ആണെങ്കിലും ഇതിലെ കഥാമുഹൂർത്തങ്ങളൊക്കെ ഈ ഫിലോസഫി ബേസ്ഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും എക്സാമ്പിളാണ് പഞ്ചതന്ത്രം കഥകൾ. ഈ പഞ്ചതന്ത്രം കഥകൾ അല്ലെങ്കിൽ ബുദ്ധന്റെ ജാതക കഥകൾ, ഇതെല്ലാം വെറും കഥകൾ മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മോറൽ വാല്യൂസ് ഇതൊക്കെയാണ് ശരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗുരു ശിഷ്യ ബന്ധത്തിൽ നിന്ന് അപ്പുറത്തേക്ക് മനുഷ്യന്റെ ജ്ഞാനം,
ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി പരിശോധിച്ചാൽ, ഈ ജ്ഞാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൂടുതൽ അറിയുക, കൂടുതൽ പഠിക്കുക. അത് ഒരു ചെറിയ ഒരു ജീവിയിൽ നിന്ന് പോലും പഠിക്കാനുള്ള ശ്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഠനമാണ് എൻ്റെ ഗുരു സങ്കല്പത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭാരതീയ ദർശനം കൂടെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഈ 2 പുസ്തകങ്ങളിലെയും. കാരണം ഒ വിജയൻ്റെ പല നോവലുകളിലും, തലമുറകളാണെങ്കിലും, കാരണം അതിനകത്ത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സുണ്ട്. എല്ലാം വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. കാരണം എൻ്റെ പല കവിതകളിലും ഞാനും അത് കൊണ്ടുവരാറുണ്ട്. കാരണം എല്ലാം ആവർത്തിച്ച് സംഭവിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡിഗ്രിക്ക് ഫസ്റ്റ് ഡേ ഹിസ്റ്ററിയാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ അധ്യാപകൻ ചോദിച്ചത്, എന്തിനാണ് ഹിസ്റ്ററി പഠിക്കണേ? ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും പല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി പഠിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി, ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ ആ ചരിത്രത്തെ പറ്റി നമ്മൾക്ക് അറിഞ്ഞാൽ ഈ റെപ്പറ്റീഷൻ നമുക്ക് ഒഴിവാക്കി നമ്മൾ ചെയ്ത തെറ്റുകളെ നമുക്ക് ശരിയാക്കി അടുത്ത റൗണ്ടിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അത് ഞാനിപ്പോഴും ഫോളോ ചെയ്യണ ഒരു കാര്യമാണ്. ചരിത്രത്തെ അറിയുക, സാഹിത്യത്തെ അറിയുക. കാരണം ഇതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരി, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക് പോയാലോ? ചക്രവർത്തിനി. എന്തെങ്കിലും കഥയുണ്ടോ അതിന് പിന്നിൽ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പഴയ പാട്ടുകൾ, കാരണം ഇതിൽ ഒരു കവിത പോലെ തന്നെയാണ് ഈ പാട്ട്. പണ്ടത്തെ സിനിമാ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കവിത പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ എവർഗ്രീൻ സോങ്സിന് പിന്നാലെ പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ കവിയെ കൂടുതൽ അങ്ങ് ഉണർത്തുന്നു അല്ലേ? അതെ അതെ അതെ. കാരണം അതിൻ്റെ ഒരു ഇമേജസും അതിൻ്റെ ഒരു മ്യൂസിക്കും ഒക്കെ ഭയങ്കര പീസ്ഫുള്ളാണ്. വയ്ക്കുമീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കുമീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പഞ്ചലോകമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപത്മദല മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി ശാരദേന്ദു തലച്ചുറ്റിലും കനകപാരിജാതമലർ തൂകും. ശില്പകന്യകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും. കാമമോഹിനികൾ നിന്നെ എൻ ഹൃദയ കാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും, നിന്നെ മൂടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദു
ചക്രവർത്തിനി. ചരിത്രമാണ് പഠിച്ചത്. അപ്പോൾ സാഹിത്യം അത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം, അതേക്കുറിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഈ ചരിത്രം, രാഷ്ട്രീയം, പിന്നെ സാഹിത്യം, ഇപ്പോൾ പിന്നെ അതിൽ കുറച്ച് ഫിലോസഫി, അതിൻ്റെ കാര്യം കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അത് നമ്മുടെ എഴുത്തിലും പ്രതിഫലിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഒന്ന്, അതിൻ്റെ ബേസിക് റീസൺ, ഞാൻ ഇതെല്ലാം വായിക്കാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയും പൊളിറ്റിക്സിനെ പറ്റിയും മാഗസീൻസിൽ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കേരളത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന മാഗസീൻസ് ഓൾമോസ്റ്റ് എല്ലാം വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കാറുണ്ട് ഞാൻ എല്ലാം. അത് എല്ലാ ഡേയും ഞാൻ ചെയ്യണ ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ടോട്ടലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞത് ഇതിനിപ്പോൾ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പല വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത് താല്പര്യമാണ്. ഒന്ന്, ഹിസ്റ്ററി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. പൊളിറ്റിക്സ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊളിറ്റിക്സ് ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഇന്റർനാഷണൽ റിലേഷൻസ് നമ്മളെല്ലാവരെയും ബാധിക്കും. മിഡിൽ ഈസ്റ്റിൽ ഒരു ബോംബ് ഇട്ടാൽ അത് ഇവിടുത്തെ പെട്രോൾ പ്രൈസിനെ ബാധിക്കും. നമ്മളെയൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിലോസഫി, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് പണ്ഡിറ്റ് നെഹ്റു ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെങ്കിലും അംബേദ്കർ ആണെങ്കിലും ഇവരൊക്കെ പണ്ഡിതരായിരുന്നു. ഇവർ വെറും പൊളിറ്റീഷ്യൻസ് ആയിരുന്നില്ല. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് തള്ളിപ്പോവും. അന്നത്തെ കാലത്ത്, ഇന്ന് വെച്ചാൽ എനിക്കൊരു ഡാറ്റ കിട്ടണമെങ്കിൽ എനിക്ക് ഗൂഗിൾ ചെയ്താൽ മതി, സാധനം കിട്ടും. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്ന സമയത്താണ് ഇത്രയും സ്കോളർലി വർക്ക്സ് ഇവർ എഴുതിയേക്കണേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇൻ്റലക്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഭാരതീയ ദർശനം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് കഴിഞ്ഞ ദിവസം അച്ഛൻ മേടിച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. 2 വോള്യമാണ്, വലിയ പുസ്തകമാണ്. അപ്പോൾ ഞാനത് വായിച്ചിട്ട് കുറേ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഇത് വെച്ചേക്കണേന്ന്. അവരുടെയൊക്കെ ഒരു ഇന്റലക്റ്റ് ആണ്. കാരണം അത് മനസ്സിലാവുന്ന ഒരാൾക്കാണല്ലോ ഇത് എഴുതാൻ പറ്റുക. അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോകമാന്യ തിലകന്റെ ഗീതാരഹസ്യം, ഈ ഭഗവത്ഗീതയെ പറ്റിയുള്ള പഠനമാണ്. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അത്രത്തോളം ജ്ഞാനമുള്ള മനുഷ്യരാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതണേ. അപ്പോൾ ഞാനും ഇതൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട്, ഇതുപോലെയൊക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യണതാണ്. ഇതൊക്കെ എനിക്കും ചെയ്യണമെന്നൊരാഗ്രഹം. എഴുതപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുള്ളിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ MK സാനുമാഷിന്റെ ഒരു ലേഖനം വായിച്ചിരുന്നു സമകാലിക മലയാളത്തിലെ. ലേഖനം ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരി മാത്രമെന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അത്രയും ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് പറയണത്. ഇത്രയൊക്കെ ഞാനുള്ള ഒരു മനുഷ്യൻ പറയുവാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഒന്നും അല്ല എന്ന്. അപ്പോൾ കൂടുതൽ അറിയാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്, കൂടുതൽ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാം ഒരു താല്പര്യത്തിന് പുറത്താണ് നമ്മൾ അതിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും അതിൽ കൂടുതൽ സർഗസൃഷ്ടിക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. ഇതല്ലാതെ മറ്റെന്തൊക്കെയാണ് താല്പര്യങ്ങൾ? കൂടുതൽ സമയം ഞാൻ വായിക്കുക, എഴുതുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ മെയിൻ അതാണ് ഏറ്റവും വലിയ ഞാൻ ചെയ്യണ കാര്യം അതാണ്. പിന്നെ ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് യാത്രകൾ. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. സോളോ ട്രിപ്സ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ കോൺഫറൻസുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ട്രാവൽ ചെയ്യാറുണ്ട്. ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യണത് ഡൽഹിയിലാണ്, MA ചെയ്തത് ഹൈദരാബാദാണ്. ഞാനിങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലും പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എല്ലായിടത്തും പോയി ഒന്ന് നടന്ന് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ബോധ്ഗയയിൽ പോകാനൊരു അവസരം കിട്ടി. ബുദ്ധൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ ഇങ്ങനെ ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി, ബുദ്ധിസ്റ്റ് മങ്കുകളോട്. കാരണം ഓരോ മനുഷ്യൻ്റെയും ഫിലോസഫി വ്യത്യസ്തമാണ് ജീവിതത്തിൽ. അപ്പോൾ കൂടുതൽ അറിയുക, മുൻവിധികളില്ലാതെ മനുഷ്യരോട് സംസാരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാഹിത്യം ഒരു സർഗസൃഷ്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ബാക്കിയുള്ളവർ പറഞ്ഞതും കൂടെ നമ്മൾ അറിയണം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സും നമ്മുടെ ലോകവും വികസിച്ചുകൊണ്ട് ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യനും ഏതൊരു സമയത്തും നമുക്കൊരു ഗുരുവായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ മനുഷ്യനും നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും അവർക്കറിയാം. അപ്പോൾ ഞാൻ എവിടെ പോയാൽ ഞാൻ മനുഷ്യരോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു ട്രെയിനിലെ മനുഷ്യരായിരിക്കും, അല്ലെങ്കിൽ റോഡിൽ കാണുന്ന റാൻഡം പീപ്പിൾ ആയിരിക്കും. അവരെക്കൂടെ സംസാരിക്കുമ്പോൾ ആ പ്രദേശത്തെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അവരുടെ കണ്ണിലൂടെ ആ പ്രദേശത്തെ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും അത് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ ശ്രമിക്കാറുണ്ട്. എവിടെ പോയാലും അവിടുത്തെ ലോക്കൽസ് ആയിട്ട് എന്തായാലും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഭാഷകൾ അതിനൊരു പാലമാണ്. ഏതൊക്കെ ഭാഷകളിൽ നമ്മളുടെ? എനിക്ക് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ഞാൻ മൂന്നിലും സംസാരിക്കാറുണ്ട്. കംഫർട്ടബിൾ ആണ് ഞാൻ ഈ 3 ഭാഷയിലും. പ്രത്യേകിച്ച് വിന്ധ്യൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദി കൊണ്ട് നമുക്ക് എവിടെയാണെങ്കിലും രക്ഷപ്പെടാം.
അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാം. അപ്പോൾ അത് കാരണം ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര ഭാഷ പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭാഷ പഠിച്ചെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമുക്ക് ജീവിതത്തിൽ വികസനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതൽ ഭാഷകൾ പഠിക്കണം. അത് മാത്രമല്ല, നമ്മൾ ഇന്റർനാഷണൽ ഭാഷയിലും പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വിദേശത്തുണ്ടെങ്കിൽ ഫ്രഞ്ചോ ജർമ്മനോ ഒക്കെ പഠിക്കണം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോകാനാണ് ഇഷ്ടമെങ്കിൽ അറബി പഠിക്കണം. അത്രയേ ഉള്ളൂ ഇത്. ശരി, അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ? കേൾക്കാം. മഹാവീര്യർ എന്ന് പറഞ്ഞ സിനിമയിലെ വരാറായില്ലേ, അത് അധികം നമ്മൾ കേൾക്കാത്ത ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പക്ഷെ അധികം ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും വളരെ കുറച്ച് പ്ലേസ് മാത്രമേ ഉള്ളൂ അതിന്. ഇങ്ങനെ റേഡിയോസിലാണെങ്കിലും വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. നമുക്ക് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതെ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, നല്ലൊരു പാട്ടാണത്. സുന്ദരി നീയും സുന്ദര ഞാനും. അറിഞ്ഞു സിറ്റി സിൽക്സിലെ സുന്ദരി നീയും സുന്ദരൻ ഞാനും വെഡിംഗ് കളക്ഷൻ ശ്രീ ലോഞ്ച്. നല്ല അടിപൊളി ആയല്ലേ? തീർന്നില്ല. ഫാമിലി ഷോപ്പിംഗിന് വേണ്ട ട്രെൻഡി കളക്ഷൻസുമായി ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറുകളും സിറ്റി സിൽക്സിൽ സെറ്റ് ആണെന്നേ. അപ്പൊ നമുക്കിനി അവാർഡുകളിലേക്കും അംഗീകാരങ്ങളിലേക്കും ഒക്കെ വരാം. യുവ പുരസ്കാരമുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉണ്ട്. ഇതെല്ലാം ശ്രോതാക്കളുമായി ഒന്ന് പങ്കിടാമോ? എനിക്ക് ആദ്യം കിട്ടിയ അവാർഡ് ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ.
പരസ്പരം വായനക്കൂട്ടം എന്ന് പറഞ്ഞ് കോട്ടയത്ത് ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ കവിതാ മത്സരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന മത്സരം അത് തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ അലമാര എന്ന് പറഞ്ഞ എൻ്റെ ഒരു കവിത ഞാൻ അയച്ചു കൊടുത്തു. അതിനാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. ഒരു 1000 രൂപ, ഒരു ചെറിയ ഒരു അവാർഡായിരുന്നു. പക്ഷേ ആദ്യം കിട്ടിയ അവാർഡ് എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ കിട്ടിയത് എനിക്ക് ഈ മാമ്പു സാഹിത്യ പുരസ്കാരം കിട്ടി. അത് കാസർഗോഡ് നെഹ്റു കോളേജാണ് ഈ അവാർഡ് തരണേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എഴുത്തുകാർ ഒരുമിച്ച് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അന്ന് ഞാൻ പൂനെയിലായിരുന്നു. ഞാൻ പൂനെയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഒരാഴ്ച സമയം മറ്റേ ഉള്ളൂ. അപ്പോൾ ആ യാത്രയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പൂനെ നേരെ ഹൈദരാബാദ് പോയി. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്ത് വന്നു. മംഗലാപുരത്ത് നിന്ന് നേരെ കാഞ്ഞങ്ങാട് പോയി സ്റ്റേഷനിൽ ഇറങ്ങി. ലിറ്ററലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ ഈ വായിച്ച് ഇഷ്ടപ്പെട്ട ഒരുപാട് എഴുത്തുകാരെ എനിക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഈ അംബികാസുധൻ മാങ്ങോട് മാഷ് ഉണ്ടായിരുന്നു, മാധവൻ പുറച്ചേരി മാഷ്, ദിവാകരൻ വിഷ്ണുമംഗലം. അതുപോലെ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വായിച്ച ഒരുപാട് എഴുത്തുകാരെ എനിക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചു. പിന്നെയാണ് എനിക്ക് വിഷുപ്പതിപ്പ്, അതിൽ കവിതയ്ക്ക് അവാർഡ് കിട്ടി. അത് പബ്ലിഷ് ചെയ്തു. എനിക്ക് കുറെ കൂടെ ആൾക്കാരിലേക്ക് എൻ്റെ കവിത എത്തിയത് ആ ഒരു അവാർഡിന് ശേഷമാണ്. പിന്നെ മുട്ടം സുധ, അദ്ദേഹം ആലപ്പുഴയിലെ ഒരു ജഡ്ജായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാ വർഷവും കവി മുട്ടം സുധ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലപ്പുഴയിൽ. ആ അവാർഡ് എനിക്ക് കിട്ടി. അതിനുശേഷമാണ് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കവിതാ സമാഹാരത്തിന് കിട്ടുന്നത്. അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരമായിരുന്നു. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം വന്നു, അമ്മ വരയ്ക്കുന്ന വീട്. അതിനുശേഷം ഇപ്പോൾ കൾച്ചറൽ മിനിസ്ട്രിയുടെ ജൂനിയർ ഫെലോഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ ഞാനൊരു പ്രൊപ്പോസൽ കൊടുത്തു. അവരെനിക്ക് അത് ഫെലോഷിപ്പ് തന്നു. പിന്നെ ഒരു ഫെലോഷിപ്പ് കൂടെ ഇപ്പോൾ കിട്ടി. അത് സർ ജാദുനാഥ് സർക്കാർ ഫെലോഷിപ്പ് ഫോർ ഇന്ത്യൻ ഹിസ്റ്ററി, ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെലോഷിപ്പാണ്. ഞാൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബാംഗ്ലൂർ ബേസ്ഡ് FIHCR എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനാണ് ആ ഫെലോഷിപ്പ് തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കുറച്ച് അവാർഡുകൾ. അതുകൂടാതെ ഓഗസ്റ്റിൽ നടന്ന ആസിയാൻ ഇന്ത്യ യൂത്ത് അതിൽ പങ്കെടുത്തു. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആക്ച്വലി ആസിയാൻ രാജ്യങ്ങളായിട്ട് 11 രാജ്യങ്ങളാണ് ആസിയാനിലുള്ളത്. കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഇവരൊക്കെ. എല്ലാ 2-3 വർഷം കൂടുമ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാറുണ്ട്. ആ രാജ്യങ്ങളിലെ യുവാക്കളെയും ഇന്ത്യയിലെ യുവാക്കളെയും ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം, അത് ഗോവയിൽ വെച്ചാണ് നടന്നത്. അതിൽ സെലക്ഷൻ കിട്ടി. കാരണം ഈ 11 രാജ്യങ്ങളിൽ നിന്നും 10 പേരാണ് യുവാക്കളാണ് വന്നത്. ഇന്ത്യയിൽ 25 പേരുണ്ടായിരുന്നു. ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് 25 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തു, അവരോട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ ഞാനാണ് അവിടെ ഒരു പ്രസന്റേഷൻ ചെയ്തത്. ഈ എല്ലാ ഡെലിഗേറ്റ്സിന് മുന്നിൽ ഞാൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പ്രസന്റേഷൻ ചെയ്തത് ഞാനാണ്. എൻ്റെ പ്രസന്റേഷന് ഞാൻ കൊടുത്ത പേര് ജയം എന്നാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹാഭാരതം ഉണ്ടല്ലോ, മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു. കാരണം മഹാഭാരതം എഴുതി കഴിഞ്ഞപ്പോൾ 25,000 വേഴ്സസ് ആണോ അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് പിന്നീട് വികസിച്ച് 100,000-ൽ പരം വരികൾ അതിലുണ്ടായി. അപ്പോഴാണ് മഹാഭാരതം എന്നുള്ള പേര് അതിന് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജയം. നമ്മുടെ ഒരു സിവിലൈസേഷണൽ ജേണിയാണ് ഞാൻ കാണിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഉണ്ടാവുന്ന നാഷണൽ ഡെവലപ്മെന്റും നമ്മുടെ ലോകത്തിന് മുന്നിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഇമേജ്, അതൊക്കെയാണ് ഞാൻ അവിടെ. അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് അത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, വിദേശത്തുനിന്ന് വന്ന ഡെലിഗേറ്റ്സിന് മുന്നിൽ, ആളുകളുടെ മുൻപിൽ. അതെ അതെ അതെ. അതിന് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയില്ലായിരുന്നോ? അതെങ്ങനെയാ ചെയ്തത്? ആക്ച്വലി ഓൾ ഓഫ് എ സഡൻ ആണ് എന്നോട് പറഞ്ഞത്. എന്റെ ലേഖനങ്ങൾ വായിച്ചിട്ടാണ് അവർ എന്നോട് പറഞ്ഞത് ഇതൊന്ന് പ്രസന്റ് ചെയ്യണം എന്ന്. പ്രത്യേകിച്ച് ഞാൻ അത് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തത്. ഒരു ഹറിബറിയിൽ ചെയ്തതാണ്. പക്ഷെ അത് ഇഷ്ടപ്പെട്ടു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ അത് നമുക്ക് കേൾക്കാൻ മാർഗമുണ്ടോ? യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആസിയാൻ ഇന്ത്യ യൂത്ത് കോൺഫറൻസ് അടിച്ചു കൊടുത്താൽ വരും. യൂട്യൂബിൽ വീഡിയോ ഉണ്ട് എൻ്റെ പ്രസന്റേഷൻ്റെ. പ്രത്യേകിച്ച് ആസിയാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയും. ഇപ്പോൾ ഗ്ലോബൽ സൗത്തിൽ ഡോമിനൻസിന് വേണ്ടി ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ആസിയാൻ രാജ്യങ്ങൾ ചൈനയായിട്ടും ഇന്ത്യ ആയിട്ടും അവർക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സോഫ്റ്റ് പവർ, പ്രത്യേകിച്ച് ഈ ബുദ്ധമതമാണ് ഈ ആസിയാൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം രാജ്യങ്ങളിലുള്ളത്. 2 രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. 3 രാജ്യങ്ങൾ, ബ്രൂണെ, ഇന്തോനേഷ്യ, മലേഷ്യ, ഇത് 3 മുസ്ലിം രാജ്യങ്ങളാണ്. ബാക്കിയെല്ലാം ബുദ്ധിസ്റ്റ് മജോറിറ്റി പ്ലേസ് ആണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ബോധഗയ ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ആണല്ലോ ഇന്ത്യ. അപ്പോൾ ഒരു സോഫ്റ്റ് പവർ എന്നുള്ള രീതിയിൽ അത് എക്സേർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയായിരുന്നു അവിടെ സംസാരിച്ചത്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും സാധിച്ചില്ലേ? അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൈമാറ്റമാണല്ലോ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരുപാട് പുതിയത് പഠിച്ചോ? ഒന്ന്, അവർക്ക് ഇന്ത്യയെ പറ്റി ഉള്ള വ്യൂ അത് മനസ്സിലാക്കി.
കാരണം അവർ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ത്യയെ പറ്റി അവർ കാണുന്നത്. ഒന്ന് രാജ്യത്തുണ്ടാകുന്ന ഡെവലപ്മെന്റ്, ഒന്ന് അൾട്ടിമേറ്റ്ലി എല്ലാം ഇക്കണോമിക് ഡെവലപ്മെന്റിലാണല്ലോ, അതിനെപ്പറ്റി അവർ ഒരുപാട് ഒപ്റ്റിമിസ്റ്റ് ആണ്. രണ്ട്, ഇന്ത്യയുടെ ഒരു കൾച്ചർ, അവർക്ക് അത് ഒരുപാട് താല്പര്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറെ കൂടെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് സംസ്കാരം ഒരു രീതി എന്നുള്ള രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അത് ലിവറേജ് ചെയ്യാം. നമുക്ക് കൂടുതൽ സംസാരിക്കാം, പക്ഷെ ഒരു പാട്ടിന് ശേഷം. നദി സിനിമയിലെ 1000 എല്ലാം പഴയ പഴയ പാട്ടുകളിലേക്ക് ഞാൻ കേൾക്കാറുണ്ട്. പഴയ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിലെ സമാധാനമുണ്ട്. പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി.